തിയേറ്ററുകളെ ചിരിപ്പറമ്പാക്കി മോഹിനിയാട്ടം കുതിപ്പ് തുടരുന്നു. 50 കോടി ക്ലബിലെത്തിയ സൈജു കുറുപ്പും സംഘവും റിലീസായി 5ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും നിറഞ്ഞ സദസ്സിൽ സിനിമാ പ്രദർശനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ട്രെൻഡിംഗ് ലിസ്റ്റിൽ മോഹിനിയാട്ടം 1ാം സ്ഥാനം കരസ്ഥമാക്കി. കൃഷ്ണദാസ് മുരളിയാണ് മോഹിനിയാട്ടം സംവിധാനം ചെയ്തിരിക്കുന്നത്. 2024 റിലീസായ ഭരതനാട്യം സിനിമയുടെ 2ാം ഭാഗമായാണ് ചിത്രമെത്തിയത്. ലിനി മറിയം ഡേവിഡ്, അനുപമ ബി നമ്പ്യാർ എന്നിവർ ചേർന്നാണ് മോഹിനിയാട്ടം നിർമ്മിച്ചിരിക്കുന്നത്. തോമസ് തിരുവല്ല ഫിലിംസും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി, സ്വാതിദാസ് പ്രഭു, നന്ദു പൊതുവാൾ, അഭിരാം, ശ്രുതി സുരേഷ്, ദിവ്യായം നായർ, ജിനിൽ റെക്സ, ജിവിൻ റെക്സ, നിസ്താർ സെയ്ദ്, സന്തോഷ് ബാലചന്ദ്ര വിജയ്, സൽഖാൻ വിജയ്, സൽഖാൻ, നായർ ബാബു, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. സൈജു കുറുപ്പിന്റെ 150ാം ചിത്രമാണിത്. ആകാശവാണി റേഡിയോ നാടകങ്ങൾക്ക് ശബ്ദം നൽകി നടൻ മോഹൻലാൽ. 2 നാടകങ്ങളിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന കടങ്കഥയിലെ വിരുന്നുകാരൻ, തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്നീ നാടകങ്ങൾക്കാണ് മോഹൻലാൽ ശബ്ദം നൽകിയിരിക്കുന്നത്. കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകത്തിലെ ഏക പുരുഷ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. മാല പാർവതി, ശിവദ, അതിഥി രവി, മുത്തുമണി എന്നിവരാണ് സ്ത്രീ കഥാപാത്രങ്ങളായി എത്തുന്നത്. മുഹമ്മദ് റേഷനാണ് ഈ നാടകത്തിന്റെ രചന. NS ജയമോഹനും MV ശശികുമാറും സംയുക്തമായാണ് സംവിധാനം. മെയ് 17 രാത്രി 9:30 നാടകം സംപ്രേക്ഷണം ചെയ്യും. പുനഃപ്രക്ഷേപണം മെയ് 18 ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകം രചിച്ചിരിക്കുന്നത് ജയരാജ് മിത്രയാണ്. റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദനു, സാജൻ സൂര്യ എന്നിവരാണ് നാടകത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദമാകുന്നത്. മെയ് 11 നാടകം പ്രക്ഷേപണം നടത്തുന്നത്. നേരത്തെ ജീവനുള്ള പ്രതിമകൾ, കത്തുകൾ, കഥ പറയുന്നു എന്നീ നാടകങ്ങൾക്ക് മോഹൻലാൽ ശബ്ദം നൽകിയിരുന്നു. ഞായറാഴ്ചയാണ് ആകാശവാണി നാടകോത്സവം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ നിലയങ്ങളുടെ 7 നാടകങ്ങളാണ് അവതരിപ്പിക്കുക. മെയ് 18 നാടകോത്സവം സമാപിക്കും. ബാബു ജനാർദ്ദനൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ബോളിവുഡ് താരം ബാബിൻ ഖാൻ നായകനാകുന്നു. അന്തരിച്ച ബോളിവുഡ് നടൻ ഇർഫാൻ ഖാനിന്റെ മകനാണ് ബാബിൽ. അനിൽകുമാർ ശിവദാസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജയും ടൈറ്റിൽ ലോഞ്ചും മെയ് 9 ശനിയാഴ്ച കൊച്ചിയിൽ നടക്കും. അന്യ സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. ഇവർക്കിടയിലെ 4 സുഹൃത്തുക്കളിലൂടെ രസകരവും ഒപ്പം ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങളുമായി ക്ലീൻ എന്റർടൈനറായാണ് ചിത്രം അവതരിപ്പിക്കാനാണ് അണിയർ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. അപർണ ബാലമുരളിയും ആത്മീയയുമാണ് നായികമാർ.